ഹലോ മൈ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ഇറ്റ് ബൈ ദി. നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാശ്മീർ യാത്രയെല്ലാം കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് രാത്രിയാണ് നമുക്കുള്ള നാട്ടിലേക്കുള്ള ട്രെയിന്. അപ്പോൾ അതുവരെ ഡൽഹി ജമാ മസ്ജിദിലും മറ്റു അതിൻ്റെ അടുത്ത പ്രദേശങ്ങളുമായി നമ്മൾ സമയം ചിലവഴിക്കുന്ന കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ലൈക്ക്, ഷെയർ, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ പിന്നെ കമൻറ്റ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഡൽഹിയുടെ കാഴ്ചകളിലേക്ക്, ജമാ മസ്ജിദ് കാഴ്ചകൾ. കുറച്ച് ജർമ്മൻ പൗരന്മാർ ജമാ മസ്ജിദിനെ കുറിച്ച് വിവരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അവർ ഇട്ടുവന്നിരുന്നത് ബോക്സറായിരുന്നു, പക്ഷേ അവിടെ അവരോടല്ല മുണ്ടും ടീഷർട്ടും കൊടുത്തു. ഞായറാഴ്ചയായതിനാലും അവധി ദിവസമായതിനാലും ധാരാളം യാത്രക്കാരും ഇവിടുത്തെ സ്വദേശികളും ഇവിടെ ധാരാളമായി ഉണ്ട്. അതിലുപരി അതികഠിനമായ തിരക്കാണ് ഇവിടെ ഉള്ളത്. കള്ളന്മാരുടെ സ്വൈരവിഹാരം എന്നാണ് മാർക്കറ്റ് അറിയപ്പെടുന്നത്. ഇതിനടുത്തുള്ള മാർക്കറ്റ് അറിയപ്പെടുന്നത്. പോക്കറ്റ് അടിച്ചു പോയാൽ പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഡൽഹി വരുന്നവർ ബാഗ്, ഫോണ്, പേഴ്സ് മുതലായ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിച്ചാൽ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഡൽഹി മാർക്കറ്റിനുള്ളിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വമ്പൻ തിരക്കാണ് ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നത്. വമ്പൻ തിരക്ക്. വളരെ തിരക്കുള്ള ഈ പ്രദേശത്ത് കൂടെ ഞങ്ങൾ മന്ദം നടന്നു വരികയാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് രാത്രിയിലെ സമയം കഴിഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ ഫുഡുണ്ട്, എല്ലാവിധ ഫുഡുകളും ഇവിടെ അവൈലബിൾ ആണ്. അതുവരെ കച്ചവടക്കാരുടെ സംഹാരമാണ് ഇവിടെ. ചിക്കൻ പൊരിച്ചത്, വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. എല്ലാ ഐറ്റംസും ഇവിടെ കാണുന്നുണ്ട്. എല്ലാം കുറഞ്ഞ വിലക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്ക് വാങ്ങാവുന്നതാണ്. കബാബ് പൊരിക്കണ ഇവിടെ കാണാം. കട്ട് ഫ്രൂട്ട്സ് പൊരിക്കണ കാണാം. അതോടൊപ്പം ഒരു മൂല്യാരി ഇവിടുത്തെ വേഷവിധാനം എങ്ങനെയാണ്? ബിരിയാണി അള്ളാഹ്ക്ക് വരെ ടേസ്റ്റ് ഉണ്ടോന്ന്. സകല പൊടിയിലും ആൾക്കാർ നടന്നു പോകണ വഴിക്കൂലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും. നമ്മൾ നടന്നു നീങ്ങി പോകുന്നത് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, പോക്കറ്റ് അടിക്കാർ ഉള്ളിലൊരു ചെറിയ പള്ളിയും ഉണ്ട്. പോക്കറ്റ് അടിക്കാരൊക്കെ സൂക്ഷിക്കുക. എൻ്റെ പോക്കറ്റ് അടിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കള്ളന്മാർ അയിഞ്ഞാടുകയാണ് ഇവിടെ, അയച്ചു വിട്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്കുള്ള വാച്ചുകൾ, കളിപ്പാട്ടങ്ങൾ ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. किसी के खिलाफ मन में कोई असंतुष्टि വീണ്ടും നമ്മൾ ഉള്ളിൽ നിന്നും കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏതാ പാവ? അയ്യോ, അടിപൊളി പാവ. ആയി ചെരുപ്പുകൾ, ആയി ബെഡ്ഷീറ്റുകൾ, വീടിൻ ചെരുപ്പുകൾ ബാർഗെയിൻ ചെയ്ത് 100 രൂപക്ക് ഇവിടെ കിട്ടാവുന്നതാണ്. അവർ ചിലപ്പോൾ 300 പറയും, പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഒന്നുമില്ല. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിൻ്റെതായ രീതിക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങുക. വായോ 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 വായോ. നല്ല ഇനം ഡ്രസ്സുകൾ, പാത്ര കുടുക്കകൾ എന്നൊക്കെ പറഞ്ഞിട്ട്, ചെരുപ്പുകൾ. വായോ വായോ വായോ. അത് അവരുടെ ഭാഷ. ഞാൻ ഡബ്ബ ഇരുന്നുള്ളൂ ഗായ്സ്.
എത്രയാണ് ഷൂസുകളുടെ കലവറയുണ്ട് ഇവിടെ. പ്യൂമക്ക് പോമ, നൈക്കി, നിക്കി, അഡിബാസ്. നല്ല മറ്റേ ചന്ദനത്തിന്റെ സ്മെല്ല എല്ലായിടത്തും കത്തിച്ചേക്കണം. ഒക്കെ 150 റുപ്യ ഉണ്ടാവും. लालाई फुल लगा तो दुकान इधर है कि वहाँ है? ये मोबाइल मांग रहा था, मोबाइल मांग रहा है? ये कोसल ബിൽഡിങ്ങുകളുണ്ട്. ഡൽഹി മെട്രോ. അപ്പോൾ ഡൽഹിയിൽ മെട്രോക്ക് കാത്തിക്കാണ്. കൽക്കഞ്ഞിക്കുള്ള വണ്ടി ഇപ്പോൾ വരും. ബാഗൊന്നും ശരിയാണ് ഇവിടെ കൊടുത്തതൊക്കെ ഹിന്ദിയിലാണ്. ഡൽഹി മെട്രോയിൽ ഡൽഹിയിലെത്തിയിട്ട് എനിക്ക് ഡൽഹി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഡൽഹി മെട്രോ. വളരെ അടിപൊളിയായൊരു മെട്രോ ആണ് ഡൽഹി മെട്രോ. വൻ സംഗതികളാണ് ആ സർക്കാർ ഡൽഹി അണ്ടർഗ്രൗണ്ട് മെട്രോ സ്ഥാപിച്ചിട്ടുള്ളത്. വൻ അടിപൊളി. ഐ ലൈക്ക് ഇറ്റ്. വാവ്, എന്താ സ്ട്രക്ചറുകൾ അടിപൊളിയായിട്ടുണ്ട്. ഭൂഗർഭയിൽ നിന്നും ഭൂഗർഭ അറകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിശയിച്ചു പോയി ഞാൻ. ഡൽഹി മെട്രോയിൽ ഇറങ്ങി. ആരും തന്നെ ക്ഷീണിച്ചിട്ടില്ല. ചാവൽ ക്ഷീണിക്കാത്തതുകൊണ്ട് ഇരിക്കണ്. പിന്നെ ഇരിക്കാൻ പോണ്. പന ഉറങ്ങണേ. സുഹൃത്തുക്കളെ, ഡൽഹി മെട്രോ നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്ക് പോവുകയാണ്. ക്ഷീണിതനാണ്. ഡൽഹിയിലെത്തിയ അധികം ക്ഷീണം വരും. എന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. കാരണം പൊടി. अरे बाहर खरीद लेंगे. അതേ പറഞ്ഞത്. ആ കാണുന്നതാണ് ലോട്ടസ് ടെമ്പിൾ. മോഡേൺ സെഞ്ചുറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇന്ത്യയുടെ ലോട്ടസ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത്.
വളരെയധികം അതിവിശാലമായ ഏക്കർ കണക്കിന് സ്ഥലത്ത് വിഹരിച്ച് കിടക്കുന്ന ഒരു ഇന്ത്യയുടെ ഒരു ഞാൻ പറയണ വെച്ചാൽ മനസ്സിലാക്കിക്കൊള്ളുക ഗായ്സ്. ലോട്ടസ് ടെമ്പിളിലേക്കാണ് ഞങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കടുത്ത വെയിലാണ്. കാശ്മീരിൽ നേരെ വരുന്നുണ്ട്, ആ ചൂട് ഏൽക്കുന്നുണ്ട് ഗൈസ്. पीछे लाइन में लगेंगे सभी लोग, लाइन में। പൊന്നു കുടിച്ചിട്ട് പറയും എന്തോ എനിക്ക് ലൈക്ക് ആയില്ല ഗൈസ്. എന്തായിരുന്നു വിശ്രാമലേശി കയ്യപ്പോൾ കിട്ടുമ്പോൾ കുറച്ച് തണുപ്പുണ്ട്, കാണാൻ ചുറുക്കുണ്ട്. കുടിച്ചാൽ ഇതെങ്ങനെ അറിയില്ല. എന്താണ് എന്തെല്ലോ വിൽക്കുന്നുണ്ട്, ഫോട്ടോ ഒക്കെ ഉണ്ട്. ലോട്ടസ് ടെമ്പിളിൽ നിന്ന് ഇറങ്ങി. എന്താ പറയാനുള്ളത് പനുവിന് എന്താ പറയാനുള്ളത് ആരെ കുറിച്ച്? ഈ ലോട്ടസ് ടെമ്പിൾ പോയി എന്നതിനെ കുറിച്ച് എന്താ പറയാ? അവിടെ പോയിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫോൺ ഓഫ്. അതെ, അങ്ങനെയൊക്കെ ഒരു കഥ. സുഹൃത്തുക്കളെ, ഈ ഐശ്വര്യത്തോടു കൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും പ്രശ്നമില്ല, എന്തുവന്നാലും നമ്മൾ സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഇനിയും വരാം. ഗുഡ് ബൈ.